ഒരു 35-40 വയസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് കാലുമുട്ട് വേദന വരുന്നത് സ്വാഭാവികമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്ന് ബസ്സിൽ കയറാനോ അല്ലെങ്കിൽ പരിപാടിക്ക് പോകാനോ സ്റ്റെപ്പ് കയറാനോ ചെറിയ മക്കളൊന്ന് കളിപ്പിക്കാനോ ഒന്നിനും പറ്റുന്നില്ല എന്നുള്ളതാണ്. നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാൽമുട്ട് വേദന എന്ന് പബ്ലിക്കിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കൂടിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് കൂടിയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആളുകളുടെ കാൽ വീക്ക്നെസ് നല്ലോണം ഉണ്ട്, മസിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ കാൽസ്യത്തിന് കുറവുണ്ട്, വൈറ്റമിൻസിന് കുറവുണ്ട്, മിനറൽസിന് കുറവുണ്ട്. ഇത് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പൊതുവേ ജോയിൻ പെയിനുള്ള ആളുകൾക്ക് ഇത് സപ്ലിമെൻറ്റുകൾ കൊടുക്കും. ഒന്നെങ്കിൽ വൈറ്റമിൻസിൻ്റെ സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് പതിവാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് തന്നെ ഈ ഒരു ബലം കൂട്ടിയെടുക്കാൻ, സ്ട്രെങ്ത്ത് കൂട്ടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ കാൽമുട്ട് വേദനയുള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം? ഇപ്പോൾ കാൽസ്യം കൂടാനാണ്, അതേപോലെ വീക്കം കുറക്കാനാണ്, അതുപോലെ നീര് കുറക്കാനുള്ള. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പതിയെ പതിയെ മാറ്റങ്ങളാക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറൊന്നുമില്ല, കാൽമുട്ട് സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന, അതിനെ ഹെൽത്തി ആക്കാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും, അപ്പോൾ കാൽമുട്ട് വേദനയുള്ള ആളുകൾ പ്രധാനമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ട ഭക്ഷണം ഏതൊക്കെയാണെന്നുള്ളതൊക്കെ തന്നെയാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, ക്യൂൻബി ഹെൽത്ത് കെയർ, കൊടുവള്ളി. നമുക്കറിയാം, ഒരു 35-40 വയസ്സ് ആളുകൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പൊതുവേ എൻ്റെ അടുത്ത് ക്ലിനിക്കിൽ വരുന്ന സംഗതിയാണ് ജോയിൻറ്റ് പെയിൻ, കാലുമുട്ട് വേദന കേട്ടോ കൂടുതൽ വരാറുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ കേസുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കാലുമുട്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും ചിന്തിക്കൽ എന്താണ്, എല്ല് തേയ്മാനം അല്ലെ, എല്ലിന് തേയ്മാനം വന്നിട്ടായിരിക്കും വേദന വരിക, അല്ലെങ്കിൽ കാലുമുട്ട് വേദന വരിക എന്ന് നമ്മൾ പൊതുവേ ചിന്തിക്കുന്ന സംഗതിയാണ്. പക്ഷെ അങ്ങനെ മാത്രമല്ല അത്. ഒരു ജോയിൻ്റ് അല്ലെങ്കിൽ കാൽമുട്ട് എന്ന് പറയുമ്പോൾ അവിടെ എല്ലുകളുണ്ട്, അവിടെ അതുപോലെ കാർട്ടിലേജുകളുണ്ട് അതിന് അസോസിയേറ്റ് ചെയ്ത്, അതുപോലെ അവിടെ ഒരു ഫ്ലൂയിഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിന് അസോസിയേറ്റഡ് ആയിട്ടുണ്ടാകുന്ന പല മെനിസ്കസ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലിഗമെൻറ്റുകൾ വരുന്നുണ്ട്, മസിലുകൾ വരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കമ്പോണൻസുകൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഏതിനെങ്കിലും പരിക്കുകൾ പറ്റിയാൽ എന്താ ഉണ്ടാവുക? കാൽമുട്ട് വേദന വരും എന്നുള്ളതാണ് ആക്ച്വലി നടക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു വേദനയായിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ സ്വാഭാവികമായിട്ടും എക്സ്റേ എടുത്ത് നോക്കും. അപ്പോൾ പൊതുവേ ഒരു 40 വയസ്സായ ഒരാൾ എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി എന്തുണ്ടാവും? ഒരു ഇന്നത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കതിൽ തേയ്മാനം കാണാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്നത്, തേയ്മാനം എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമുക്കറിയാം, വയസ്സ് കൂടുന്തോറും എന്തെയും സ്കിന്നൊക്കെ ചുളിഞ്ഞ് വരും, അതേപോലെ തന്നെ മുടി നരക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് എല്ല് തേയുക എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ പലപ്പോഴും എല്ല് തേയ്മാനം കൊണ്ടല്ല വേദന വരുന്നത് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും എന്താണ്, മസിൽ റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. മസിൽ റിലേറ്റഡ് എന്ന് പറയുന്ന സമയത്ത് ഈ സാർക്കോപ്പീനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് ഒരു 35 ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 35 ഏജ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഒരു നിശ്ചിത എമൗണ്ട് മസിലുകൾ ലോസ് ചെയ്തു പോകും. നമുക്കറിയാം, ഒരു ഏജ് നല്ല പ്രായമുള്ള ഒരാളുടെ ബോഡി എടുത്ത് നോക്കി നല്ല രീതിയിൽ മസിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു എല്ലും ഒരു തോലായി മാറിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ ഒരു മസിൽ ലോസ് നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ കാൽമുട്ടി ഉണ്ടാകുമ്പോൾ മസിൽ വീക്കായി പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് നടക്കാൻ പറ്റില്ല. അത് മുട്ട് മടക്കുന്ന സമയത്തൊക്കെ, മസിൽ വലിയുന്ന സമയത്തൊക്കെ നല്ല വേദന വരും. സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒരു വെയിറ്റ് എടുക്കാനും ഒന്നിനും പറ്റാത്ത ഒരു കണ്ടീഷൻ വരും എന്നുള്ളതാണ്. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് സാർക്കോപ്പീനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇത് ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, എക്സസൈസുകൾ ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ പലതരത്തിൽ റെസ്റ്റുകൾ എടുക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നാൽ, ഭക്ഷണത്തിലും ദൈനംദിന കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് ആ ഒരു മസിൽ ലോസ് കുറയ്ക്കാനും മസിൽ ബിൽഡപ്പിലേക്ക് അല്ലെങ്കിൽ മസിലിൻ്റെ പ്രോഗ്രഷനിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഒരു ഹോർമോൺ റിലേറ്റഡ് ആയിട്ട്, ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെൻസസ് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹോർമോണൽ വ്യതിയാനങ്ങൾ ശരീരത്തിലുണ്ടാകും. അപ്പോൾ കാൽസ്യത്തിൻ്റെയും അതുപോലെ വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസികൾ പൊതുവെ കണ്ടുവരാറുണ്ട്. അപ്പോൾ മിനറൽസിൻ്റെ ഒരു ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ മസിൽസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി കാരണമായിട്ടാണ് പല ആളുകൾക്കും ജോയിൻറ്റ് പെയിൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് പെയിൻ, ഇതിന് കൂടെ തന്നെ ഇപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ കാലുമുട്ടിന് ഈ നീരൊക്കെ ഉണ്ടാകും. ചില ആൾക്ക് നീരുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അത് ഓരോ തരത്തിൽ എന്തുണ്ടായിരിക്കും,
ഉണ്ടായിരിക്കും, റീസണുകൾ ഉണ്ടായിരിക്കും. ചിലത് ഓസ്റ്റിയോആർത്രൈറ്റിസ് വരുന്ന കേസുകൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ട്രോമാറ്റിക് ആയിട്ട് വരുന്ന കേസുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടിയിട്ട് വരുന്ന കേസുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലോക്കൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്ന കേസുകൾ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള ജോയിൻറ്റ് പെയിൻ വരുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നീർക്കെട്ട് എന്ത് ചെയ്യും, ചില ആളുകൾക്ക് കാണും, ചില ആളുകൾക്ക് അത് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് പ്രത്യക്ഷത്തിൽ കാണില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ചില ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ എടുത്ത് ശീലിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ചൊരു വേദന ഒന്നും ഇല്ല നിങ്ങൾക്ക്, പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ നീര് കുറയ്ക്കാനും വേദന കുറയ്ക്കാനും അതുപോലെ തന്നെ ആ ഒരു കോംപ്ലിക്കേഷനുകൾ കുറയ്ക്കാനൊക്കെ അത് നല്ലോണം സഹായിക്കും. ഇപ്പോൾ സ്ഥിരമായിട്ട് വൈറ്റമിൻ ഡി എടുക്കലും കാൽസ്യത്തിന് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അതൊക്കെ ഡേഞ്ചറാണ്. അതിലേക്കാൾ എത്രയോ ബെസ്റ്റാണ് നമ്മളെ കുറേയൊക്കെ നമുക്ക് ഭക്ഷണത്തിലൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അതിൽ ഒന്ന് നമ്മൾ എടുത്ത് പറയാൻ ഫിഷ്, നല്ല മീൻ കഴിക്കുക എന്നുള്ളത്, സാൽമൺ ഫിഷ് എസ്പെഷ്യലി, അതുപോലെ അയല പോലെ മത്തി പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഒമേഗ 3 നല്ലോണം അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്, അതായത് നീർക്കെട്ടുകൾ കുറയ്ക്കാൻ നമ്മൾ നല്ലോണം സഹായിക്കുന്നതാണ്. പലപ്പോഴും ഈ ജോയിൻറ്റ് പെയിനുകളിൽ നീർക്കെട്ടുണ്ടായിരിക്കും, ജോയിൻറ്റ് പെയിൻ അസോസിയേറ്റഡ് നീർക്കെട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നീർക്കെട്ടുകൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. ഒമേഗ 3 സപ്ലിമെൻറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പറ്റുന്നവർക്ക് എന്ത് ചെയ്യാം, ആ സപ്ലിമെൻറ്റുകൾ കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നല്ല ഒറിജിനൽ ഉള്ള സോഴ്സാണെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. നിങ്ങൾക്ക് നല്ല ഇൻഫ്ലമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതും ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ എനിവേ നമുക്ക് എന്ത് ഭക്ഷണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മത്തി പോലെയുള്ളത്, സാൽമൺ പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒമേഗ 3 നല്ല റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ്. അതെന്ത് ചെയ്യാം, നമുക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളത്. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ കരിച്ച് പൊരിച്ച് വറുത്ത് എണ്ണയിലിട്ട് മുക്കിയ ഒരു സാധനമാകരുത്. അത് കൂടുതൽ ഡാമേജ് വരുത്തും, ഇൻഫ്ലമേഷൻ കൂട്ടും എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ സാൽമൺ ഫിഷ് നല്ലൊരു ഫിഷ് അവിടെ നല്ലൊരു ഓപ്ഷനാണെന്നുള്ള. രണ്ട്, നമ്മൾ ഇലക്കറികൾ, കേല് പോലെയുള്ള, സ്പാനിഷ് പോലെയുള്ള ഇലക്കറികൾ കഴിക്കുക എന്നുള്ളത്. ഇതിൽ മാഗ്നീഷ്യം, സിങ്ക്, കാൽസ്യം പോലെയുള്ള പല മിനറൽസുകൾ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇലക്കറികൾ നല്ല രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നല്ല എലമെൻസുകൾ നമ്മുടെ ബോഡിക്ക് വേണ്ടത് നമുക്ക് കിട്ടുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, നമ്മൾ നോൺ വെജായിട്ട് നമ്മൾ മീനിൻ്റെ വിഷയം പറഞ്ഞു, വെജിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്കറികൾ എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നട്ട്സുകൾ കഴിക്കുക എന്നുള്ളതാണ്. നട്ട്സിലും ഈ പറഞ്ഞതുപോലെ സിങ്കും മാഗ്നീഷ്യവും പിന്നെ നല്ല ഫാറ്റുകളൊക്കെ നല്ലോണം റിച്ച് ആയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ നട്ട്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നട്ട്സ് എന്ന് പറയുമ്പോൾ ആൽമണ്ട് പോലെയുള്ള, ബദാം, പിസ്ത പോലെയുള്ള, കശുവണ്ടി പോലെയുള്ള നല്ല ഡ്രൈ ഫ്രൂട്ട്സുകൾ, എസ്പെഷ്യലി ഈത്തപ്പഴം പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. അത് നല്ല ഡെൻസ്, നല്ല റിച്ച് ആയിട്ടുള്ള എലമെൻസുകൾ അടങ്ങിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളാണ്, ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, ഒന്നാകെ കഴിക്കണം എന്നല്ല, കുറച്ചൊക്കെ എന്ത് ചെയ്യുക, ആവശ്യത്തിന് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു സ്ഥിരമാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് നല്ല രീതിയിൽ ബോഡിയിൽ മാറ്റങ്ങൾ കണ്ടുവരും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ചില സീഡ്സുകളുണ്ട്, ചിയാ സീഡ്സ് പോലെയുള്ള സീഡ്സുകൾ എന്ത് ചെയ്യണം, ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഒമേഗ 3 ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല സീഡ്സുകളാണ്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, നമുക്ക് പൊതുവേ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ടിലൊക്കെ നല്ല രീതിയിൽ മാറ്റം വരും, ശോധനയൊക്കെ ഒന്ന് കൂടുതൽ കിട്ടും, കഫസംബന്ധമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറവ് വരും, അതൊക്കെ നല്ല സ്മൂത്തായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ വരുന്നുള്ളൂ. അപ്പോൾ നല്ല സീഡ്സുകൾ എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടർമറിക്, മഞ്ഞൾ എന്ന് പറയും. നമ്മൾ പണ്ടൊക്കെ ഒരു മുറിവ് പറ്റിയിട്ട് നമ്മൾ പൊതുവേ എന്ത് ചെയ്യൽ, മഞ്ഞൾപ്പൊടി അവിടെ തേക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയിൽ കുർക്കുമി എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട്. ഇത് നല്ല രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, അപ്പോൾ ഇത് നല്ല രീതിയിൽ വേദന കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ സഹായിക്കും. ഈവൻ വാദസംബന്ധമായ പ്രയാസമുള്ള ആളുകൾക്കും ടർമറിക് നല്ല റിസൾട്ട് കിട്ടുന്നു. പലപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് വരുന്ന വാദരോഗികൾക്ക് പൊതുവെ കൊടുക്കുന്ന ഒരു സാധനം കൂടെയാണ് ടർമറിക്, മഞ്ഞൾ എന്ന് പറയുന്നത്. പക്ഷെ അത് കൂടരുത്, ഒരു ലിമിറ്റഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ അത് പലതരത്തിലുണ്ട്, റോ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ ടാബ്ലറ്റ് ഐറ്റവും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിവേ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ടർമറിക്, മഞ്ഞൾ എന്ന് പറയുന്ന സംഗതിയും. അതേപോലെ തന്നെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് സിട്രസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, അതേപോലെ ഓറഞ്ച്, മുസമ്പി, നാരങ്ങ പോലെയുള്ളത്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് അതിൽ നല്ല വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ സി പ്രത്യേകത കൊളാജൻ സിന്തസിസ് നല്ലോണം ഉണ്ടാക്കും. കൊളാജൻ സിന്തസിസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ കൊളാജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കൊളാജൻ ജോയിൻറ്റിനൊക്കെ സ്ട്രെങ്ത്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കൊളാജൻ അതേപോലെ സ്കിന്നിൻ്റെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊളാജൻ വളരെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ സി നല്ല അടങ്ങിയിട്ടുള്ളതാണ് ഈ സിട്രസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു സംഗതിയാണ്
ഡയറി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, അതായത് പാലുൽപ്പന്നങ്ങൾ, വെണ്ണയാകട്ടെ, നെയ്യാകട്ടെ, പാലാകട്ടെ, ഇതിലും വൈറ്റമിൻ ഡിയും കാൽസ്യം നല്ലോണം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മുതിർന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ചെറിയവരാണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ആവശ്യത്തിന് പാൽ കുടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിലും ഒരുപാട് മിനറൽസ്, നമ്മുടെ ജോയിൻറ്റിന് ഹെൽത്ത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മിനറൽസുകൾ പ്രസൻറ്റഡ് ആണ്. അതുപോലെ തന്നെ ബെറീസുകൾ, മൾബെറി, സ്ട്രോബെറി പോലെയുള്ള, ബ്ലൂബെറി പോലെയുള്ള ഈ നല്ല ബെറീസുകൾ കഴിക്കുക. അപ്പോൾ അത് ഇൻഫ്ലമേഷനും ഫ്രീ റാഡിക്കൽസിനൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജോയിൻറ്റിന് എന്ത് ചെയ്യും, അതും നല്ല രീതിയിൽ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കഴിക്കുക. ഞാനതിൽ മീൻ മാത്രമേ നോൺ വെജ് ആയിട്ടുള്ളൂ അല്ലേ, ബാക്കിയുള്ളത് വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ആളുകൾക്കും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് പലർക്കും സംശയം ഉണ്ടായിരിക്കും, അപ്പോൾ ഡോക്ടറെ ഇനിയിപ്പോൾ ഇത് നിർത്തി, ഇപ്പോൾ ഞാൻ വൈറ്റമിൻ ഡി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കാൽസ്യത്തിന് എടുക്കുന്നുണ്ട്, അപ്പോൾ ഇത് കഴിച്ചാൽ മതിയല്ലോ, ഞാനിപ്പോൾ ടാബ്ലറ്റ് ഒഴിവാക്കില്ലെന്ന് ചോദിക്കും. പക്ഷേ അത് പെട്ടെന്ന് നിർത്തരുത്. കാരണം ഓരോരോ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത തരത്തിലായിരിക്കും പലപ്പോഴും കാൽസ്യത്തിൻ്റെ, വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസികൾ കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ചിലത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാബ്ലറ്റ് എടുത്തിട്ട് തന്നെ കാപ്പബിളി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ സ്ഥിരമാക്കാം, ഇനി പ്രശ്നമൊന്നുമില്ല. അത് കഴിക്കുന്നത്, ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. നല്ല സിവിയറായിട്ട് പ്രയാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യണം, സപ്ലിമെൻറ്റുകൾ ആവശ്യത്തിനുള്ള സമയം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സപ്ലിമെൻറ്റുകൾ കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വിഷയത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്, ജോയിൻറ്റ് പെയിന്, കാൽമുട്ട് വേദന എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാക്കും. അതിൽ ഓൾമോസ്റ്റ് ഏജ്ഡ് ആയിട്ടുള്ള 40 വയസ്സുള്ള ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന വീക്ക്നെസ് കാരണമായിട്ട്, ഡെഫിഷ്യൻസി കാരണമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഡെഫിഷ്യൻസി കാരണമായിട്ട് ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സസൈസുകൾ ചെയ്യണം, പ്രോട്ടീൻ നല്ലോണം കഴിക്കണം, നല്ല ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ആവശ്യത്തിന് റെസ്റ്റ് എടുക്കണം. ഇതെല്ലതും വേണം. ജനറലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറേയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. ഒരു കുറച്ച് കാലം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്കത് ഫീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കാൽമുട്ട് വേദന ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പുതിയ മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അതിൽ സംശയമൊന്നുമില്ല. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ നിന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.